എല്ലാവർക്കും നമസ്കാരം. മനീഷ് മോനാണ്. തോട്ട് ഫോർ ദ ഡേയുടെ 862 വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നും സംസാരിക്കാൻ പോകുന്നത് പ്രസിദ്ധനായ ഇന്ത്യൻ എഴുത്തുകാരനായ ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ളൈ എഴുതിയ ദ സ്പോക്ക് ചാണക്യ എന്ന പുസ്തകത്തിൻ്റെ 192 പോയിന്റിനെ കുറിച്ചാണ്. ഈ ഒരു പോയിന്റിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ബി ജെന്റിൽ ഓൺ യുവർ സെൽഫ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളോട് തന്നെ നമ്മൾ സൗമ്യമായിട്ട് പെരുമാറുക. ബി ജെന്റിൽ ഓൺ യുവർ സെൽഫ്. എപ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നുന്നത്? എന്തെങ്കിലും നമ്മൾ വിചാരിച്ച ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തപ്പോൾ, അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മറ്റൊരാൾക്കുണ്ടാകുമ്പോഴും നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നും. ഈ ഒരു സാഹചര്യത്തിൽ ചാണക്യൻ പറയുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? തൽക്കാലം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക, എന്നുവെച്ചാൽ റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അനാസ്ഥ മൂലമോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലമോ ചിലപ്പം മറ്റൊരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാകാം. എന്തിനാണെങ്കിലും അതിന് തൽക്കാലം റിയാക്ട് ചെയ്യാതിരിക്കുക, നമ്മളോട് തന്നെ നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക. അത് സമയമെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെ അങ്ങ് മാഞ്ഞു പോകും എന്നാണ് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇനിയും അത് സംഭവിക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം. അത് തീർച്ചയായിട്ടും വേണം. അത് കഴിഞ്ഞ ഒരു പോയിന്റിലും പറഞ്ഞതാണ്, ലേൺ ദി ലെസൺ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് കൂടാതെ നമ്മളോട് തന്നെ നമ്മൾ വൈരാഗ്യം വെച്ച് പുലർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ വിഷമം എന്ന് പറയുന്ന വലിയൊരു രോഗം തന്നെ നമുക്ക് പിടിപെടും. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ദുരന്തങ്ങൾ ശരിക്കും രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ, അതായത് യുദ്ധങ്ങൾ, ലഹള, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതല്ല എന്നുണ്ടെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ദുരന്തങ്ങൾ, അതായത് വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, പേമാരി, അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ഇത് രണ്ടിനാണെങ്കിലും അത് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും. അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ആ സമയത്ത് തൽക്കാലം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക, ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആ ശാന്തത കൈവരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മനുഷ്യർ എന്നുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാൻ മാത്രമായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് തൽക്കാലം മനസ്സ് ഒന്ന് ശാന്തപ്പെടുത്തി ഒന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എങ്ങനെ ഇത് വീണ്ടും സംഭവിക്കാതിരിക്കാം, അതിനുള്ള എന്ത് മുൻകരുതലാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ, ഇനി അതല്ല നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല എന്നുണ്ടെങ്കിലും ഇനിയും ഇത് വീണ്ടും സംഭവിച്ചാൽ അപ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ സുരക്ഷിതരായിട്ടിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു മുൻകരുതൽ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും സ്നേഹം വെച്ച് പുലർത്തേണ്ടതാണ്. ഇനി അഥവാ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കാരണം ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളോടും അവരോടും തന്നെ തൽക്കാലത്തേക്ക് ക്ഷമിക്കുക. അപ്പോൾ ഈ രീതിയിൽ എല്ലാവർക്കും ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമ്മളോടുള്ള ആ ഒരു വൈരാഗ്യം മാറ്റി നിർത്തി സൗമ്യമായിട്ട് തന്നെ നമ്മളെ തന്നെ നമുക്ക് സ്നേഹിക്കാനും തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ. അതുവഴി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്കും സമൂഹത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.